ഹായ് ഹലോ ഫ്രണ്ട്സ്, ആദർശിൻ്റെയും നയനയുടെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ആദർശിനെ ദുബായിലെ ജയിലിൽ നിന്ന് ഇറക്കുകയാണ്. ആദർശ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും അവനെതിരെ ഉള്ളതെല്ലാം കള്ള തെളിവുകളാണെന്നൊക്കെ മുത്തശ്ശൻ അവിടെ തെളിയിക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് 2-3 ദിവസത്തിനകം തന്നെ തിരികെ എത്തുകയാണ് കേട്ടോ. ആദർശ് ജയിലിലാണെന്നുള്ള വാർത്ത നയനയും ദേവേനയൊക്കെ അറിയുമ്പോഴേക്കും അവർക്കത് ഒട്ടും തന്നെ താങ്ങാനും പറ്റുന്നില്ല കേട്ടോ. ആദർശ് ജയിലിലാണെന്നുള്ള വാർത്ത അറിഞ്ഞതോടുകൂടി തന്നെ നയന അവിടെ ബോധം കെട്ട് വീഴുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നയനനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അമ്മയും കുഞ്ഞും സേഫായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും പെട്ടെന്ന് ടെൻഷൻ അടിച്ചുകൊണ്ടായിരിക്കും തലചുറ്റലുണ്ടായത്. ഇങ്ങനെയുള്ള വാർത്തകളൊന്നും അധികം കേൾക്കാൻ ഇടവരാതിരുന്നാൽ മതി എന്ന് തന്നെ ഡോക്ടർ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പം അമ്മയ്ക്കും കുഞ്ഞിനും വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞ് അവരെ തിരിച്ച് അനന്തപുരിയിലോട്ട് വിടുകയാണ്. നയനയാണെങ്കിലും ആദർശ ജയിലിലാണെന്നുള്ള സങ്കട വാർത്ത അറിഞ്ഞതിൽ പിന്നെ മര്യാദയ്ക്ക് ആഹാരം പോലും കഴിക്കുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ദേവയാനിയാണെങ്കിൽ നയനയെ വഴക്ക് പറഞ്ഞും കരഞ്ഞിട്ടും ഒക്കെ ആണെങ്കിലും വഴക്ക് പറഞ്ഞും ഒക്കെ തന്നെ നയനെ കൊണ്ട് ആഹാരം കഴിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അനന്തപുരിയിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ അനി വിളിച്ചിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട്. ആദർശേട്ടൻ ജയിലിലാണെന്നുള്ള വാർത്ത അറിഞ്ഞ് നയനേച്ചി ബോധം കെട്ട് വീണു എന്നുള്ള കാര്യവും പറയുകയാണ്. ഈ ഒരു വാർത്ത നന്ദു പെട്ടെന്ന് തന്നെ കനകയോടും ഗോവിന്ദനോടും പറയുകയാണ് കേട്ടോ. അമ്മയും അച്ഛനും പെട്ടെന്ന് തന്നെ അനന്തപുരിയിലോട്ട് ചെല്ലണം. ആദർശേട്ടൻ ജയിലിലാണെന്നുള്ള സത്യങ്ങളൊക്കെ നയനേച്ചി അറിഞ്ഞു. നയനേച്ചി അത് അറിഞ്ഞ പാടെ തന്നെ ബോധം കെട്ട് വീണു. നയനേച്ചി എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും അമ്മയും അച്ഛനും എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ചെല്ലുക. നയനേച്ചി ആകെ തകർന്നു നിൽക്കുക. നയനേച്ചിക്ക് നല്ല വിഷമമായിട്ടുണ്ട്. അമ്മയും അച്ഛനും ചെന്നൊന്ന് സമാധാനിപ്പിക്കുന്നൊക്കെ തന്നെ നന്ദു പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും കനക അലമുറയിട്ട് കരയാൻ തുടങ്ങുകയാണ്. അയ്യോ, എൻ്റെ നയനമോൾക്ക് ഒരുപാട് വിഷമമായിട്ടുണ്ട്. നയനമോൾ ഇതെങ്ങനെ സഹിക്കും എന്നൊക്കെ തന്നെ പറഞ്ഞ് കനക ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ഗോവിന്ദനാണെങ്കിലും അങ്ങനെ തന്നെ. മോളെ, നയനമോൾക്ക് എന്താ സംഭവിച്ചത്? മോൾക്ക് എന്തെങ്കിലും പറ്റിയോ? മോളുടെ വയറ്റിലൊരു കുഞ്ഞും കൂടി ഉള്ളതല്ലേ? മോളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയോ? വേറെന്തെങ്കിലും വിവരം അറിഞ്ഞോ മോളെ എന്ന് തന്നെ ചോദിക്കാട്ടോ ഗോവിന്ദനും. അപ്പോഴേക്കും നന്ദി പറയുന്നുണ്ട്, അത് പിന്നെ പേടിക്കാനൊന്നും ഇല്ലെന്നാണ് അനി പറഞ്ഞത്. എല്ലാവരും കൂടെ ചേച്ചിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുഴപ്പമൊന്നുമില്ല, കുഞ്ഞിക്കും ചേച്ചിക്കും കുഴപ്പമൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പെട്ടെന്ന് ആദർശേട്ടൻ ജയിലിലാണെന്നുള്ള വാർത്ത അറിഞ്ഞപ്പോൾ ഷോക്കായതാ ചേച്ചിക്ക്. എന്തായാലും ഇപ്പം കാര്യമായ കുഴപ്പമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പൊയ്ക്കോ. എനിക്കെന്തായാലും ഇപ്പം അങ്ങോട്ടേക്ക് വരാൻ വയ്യല്ലോ. ഞാനിവിടെ കിടന്നോളാം. അമ്മയും അച്ഛനും ആദ്യം ചെല്ല് എന്നൊക്കെ തന്നെ പറയുമ്പോഴേക്കും ഗോവിന്ദനും കനകയും ചോദിക്കുന്നുണ്ട്, അത് പിന്നെ മോളെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് ഞങ്ങൾ എങ്ങനെ പോകും? മോളെ ഇവിടെ തന്നെ ആക്കി വെച്ച് ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോയാലും ഒരു സമാധാനവും ഉണ്ടാവില്ല. മോക്കാണെങ്കിൽ ഇപ്പം കാലിനും സുഖമില്ലാത്തതല്ലേ. അതുപോലെ ആക്രമിക്കാൻ വീണ്ടും ആരെങ്കിലും വന്നാലോ? അതുകൊണ്ട് മോളെ തന്നെയാക്കി വെച്ച് പോകുന്നത് എങ്ങനെയാ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല അച്ഛാ, നിങ്ങൾ എന്തായാലും പോയിട്ട് വാ. ഇനി എന്തായാലും അങ്ങനെയൊന്നും സംഭവിക്കില്ല. അയൽവക്കത്തൊക്കെ ആൾക്കാരുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വാ എന്ന് തന്നെ നന്ദുവും പറയുന്നുണ്ട്. അങ്ങനെ കനകയും ഗോവിന്ദനും കൂടെ നേരെ അനന്തപുരിയിലോട്ട് തന്നെ പോവുകയാണ്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നവ്യ ഈ സന്തോഷ വാർത്തയൊക്കെ അറിഞ്ഞിട്ട് ആകെ അട്ടഹസിച്ച് റൂമിലിരിക്കുകയാണ്. എന്നിട്ട് അബിയോട് പറയുന്നുണ്ട്, എങ്കിലും ഇതൊരു നല്ല വാർത്ത തന്നെയാടാ. നിന്നെ ജയിലിലാക്കാൻ കൂട്ടു നിന്നവരല്ലേ, അവർക്കിട്ട് ദൈവം തന്നെ കൊടുത്ത പണിയായത്. നിന്നെ ഒരു കള്ളക്കേസി കൊടുക്കുകയും അവർ ജയിലിലാക്കിയില്ലേ? നീ ജയിലിൽ കിടന്നപ്പം ഈ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? എല്ലാവരും എന്ത് സന്തോഷത്തിലായിരുന്നു ആ സമയത്തൊക്കെ. നിന്നെ ജയിലിലോട്ട് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് എൻ്റെ 2 അനിയത്തിമാരും കുറേ കഷ്ടപ്പെട്ടതല്ലേ. ഇപ്പം 2 പേരും കരഞ്ഞോണ്ടിരിക്കുക. ഒരുത്തിയുടെ ആണെങ്കിൽ കാലൊടിഞ്ഞു. നയനിക്കാണെങ്കിലോ ഇപ്പം ദേ അവളുടെ ഭർത്താവ് ജയിലും, അതും ദുബായ് ജയിലിൽ. അങ്ങനെ തന്നെ വേണം. എൻ്റെ കണ്ണീര് കാണാത്തോളമാരല്ലേ. ഇപ്പം ഇരുന്ന് കരയട്ടെ എന്ന് തന്നെ പറയുകയാണ് കേട്ടോ നവ്യ. അപ്പോഴേക്കും അവി പറയുന്നുണ്ട്, അതേ നവ്യെ, അങ്ങനെ തന്നെ സംഭവിക്കണം. നിന്നെ സങ്കടപ്പെടുത്തിയ, നിന്നെ കരയിച്ച എല്ലാവർക്കും തിരിച്ചടി കിട്ടണം. പക്ഷേ നിന്റെ അനിയത്തിയുടെ വയറ്റിലുള്ള കുഞ്ഞിന് മാത്രം ഒന്നും സംഭവിച്ചില്ല നോക്കുമ്പോഴും എനിക്ക് നല്ല സങ്കടമുണ്ടെന്ന് പറയുകയാണ്. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, അബി, അത് പിന്നെ നീ അങ്ങനെയൊന്നും പറയണ്ട. അവളുടെ വയറ്റിലുള്ള കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കണമെന്ന് ഞാനും ആഗ്രഹിച്ചിട്ടില്ല. ആ കുഞ്ഞിന് ഒരാപത്ത് സംഭവിക്കരുതെന്നേ എൻ്റെ മനസ്സ് പറയുന്നുള്ളൂ. അല്ലെങ്കിൽ തന്നെ അവൾ ചെയ്ത തെറ്റിന് അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് എന്ത് പിഴച്ചു? ഒന്നും അറിയാതെ നിഷ്കളങ്കമായ മനസ്സോടെ ഭൂമിയിലോട്ട് വരുന്ന കുഞ്ഞല്ലേ അത്. അതിൻ്റെ നാശം നമ്മൾ ആഗ്രഹിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് തന്നെ പറയുകയാണ് നവ്യ. അങ്ങനെയൊന്നും നമ്മൾ ആരെയും കുറിച്ചും ചിന്തിക്കാൻ പാടില്ല എന്നൊക്കെ നവ്യ പറയുമ്പോഴേക്കും അഭി മനസ്സിൽ കരുതുന്നുണ്ട്. ആ, ഞാൻ കാണിച്ചു തരാവടി. എൻ്റെ കയ്യിൽ എല്ലാം ഒന്ന് ഒതുങ്ങിക്കോട്ടെ. നിൻ്റെയും നിൻ്റെ അനിയത്തിയെയും ഈ കിടക്കുന്ന കുഞ്ഞിനെയും എല്ലാവരെയും ഞാനൊരു പാഠം തന്നെ പഠിപ്പിക്കും. അതിനി അധികം നാളൊന്നും വേണ്ടി വരില്ല എന്നിങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നവ്യ ചോദിക്കുന്നുണ്ട്, നീ എന്താടാ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താടാ എന്നിങ്ങനെ ചോദിക്കാം. നമുക്ക് ഈ സംഭവമൊക്കെ ഒന്ന് ആഘോഷമാക്കണ്ടേ? കേക്ക് മുറിച്ച് തന്നെ നമുക്കിതൊന്ന് ആഘോഷിക്കണം എന്നിങ്ങനെ നവ്യ പറയുമ്പോഴേക്കും അഭി പറയുന്നുണ്ട്, ഇവിടെ വെച്ചോ, അതൊന്നും വേണ്ട. അയാൾ ജയിലിൽ പോയതുകൊണ്ട് നമ്മളിത് ആഘോഷമാക്കി എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം കൂടെ നിന്റെ തലയിലോട്ട് വന്ന് ചാടും. നവ്യ പറയുന്നുണ്ട്, ആ അത് ശരിയാ, അത് ഞാനും ചിന്തിക്കാൻ തരുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് അഭി പറയുന്നുണ്ട്, നവ്യ, പിന്നെ വേറൊരു കാര്യം,
എന്നെക്കുറിച്ച് ഇവിടെയുള്ള ഓരോരുത്തരും ഇനി ഓരോരോ ഇല്ലാ കഥകളും ഉണ്ടാക്കിക്കൊണ്ട് വരും. ആദർശ ഒരു ആവാസനാണെന്ന് ഇപ്പം എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടല്ലോ. എന്നെ ജയിലിലാക്കിയപ്പം എല്ലാവർക്കും എന്തൊരു സന്തോഷമായിരുന്നു. ഇപ്പം ദാ അവരുടെ സ്വന്തം മകൻ ജയിൽ പുള്ളിയായി. അതുപോലെ എന്തെല്ലാം തെറ്റുകൾ അയാൾ ചെയ്തു. ഒരു പെണ്ണിന്റെ ജീവിതം തന്നെ അവൻ ഇല്ലാതാക്കി കളഞ്ഞില്ലേ. ഇതുപോലെ ഒരു വൃത്തികെട്ടവനാ അവൻ. ഇതുപോലുള്ള വൃത്തികേടുകളൊക്കെ കാണിച്ചിട്ട് പകൽമാന്യനായിട്ട് നടക്കുക അയാള്. എന്നിട്ട് ആ കുറ്റമെല്ലാം എൻ്റെ തലയിൽ കെട്ടിവെക്കാനാണ് നോക്കുന്നത്. നീയൊന്ന് കരുതിയിരുന്നോണം. ആരെന്ത് പറഞ്ഞാലും നീ അതൊന്നും വിശ്വസിക്കരുത് എന്ന് തന്നെ പറയുകയാണ്. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, ഒരിക്കലും ഇല്ലടാ, എനിക്ക് എല്ലാവരുടെയും സ്വഭാവം മനസ്സിലായി. എല്ലാവർക്കും ആദർശനും അനിയൻ മാത്രം മതി. നിന്നെയും നിന്റെ അമ്മേനെയൊക്കെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉള്ളവർ എന്തും ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നിന്നെക്കുറിച്ച് നീ ആരെന്ത് പറഞ്ഞാലും ഞാൻ അതൊന്നും വിശ്വസിക്കില്ല. നീ അതോർത്ത് പേടിക്കണ്ട. എന്തായാലും ഈ സന്തോഷം നമുക്ക് ആഘോഷിക്കാതിരിക്കാൻ കഴിയില്ലടാ. അത്രത്തോളം ഞാൻ ആഗ്രഹിച്ചതാ അയാൾ ജയിലിൽ പോകണമെന്ന്. നമുക്കെന്തായാലും പുറത്തു പോയി ഒന്ന് ആഘോഷിച്ചാലോ? പുറത്തുപോയി നല്ല ഫുഡൊക്കെ മേടിച്ച് കഴിച്ച് നമ്മുടെ സന്തോഷം നമ്മൾ ആഘോഷിക്കുക തന്നെ ചെയ്യണം എന്നിങ്ങനെ നവ്യ പറയുമ്പോഴേക്കും അഭി പറയുന്നുണ്ട്, നവ്യ ഇപ്പം എന്തായാലും നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യണ്ട. അവരുടെ സങ്കടത്തിൽ നമുക്കും സങ്കടം ഉണ്ടെന്ന് പറയാൻ അവരുടെ കൂട്ടത്തിൽ അഭിനയിച്ച് നിൽക്കുക. എന്തായാലും അവരെല്ലാവരും ഇപ്പോൾ ഭയങ്കര ധർമ്മസങ്കടത്തിലാണല്ലോ. അതുകൊണ്ട് അവരുടെ തകർച്ച കണ്ട് നമ്മൾ സന്തോഷിക്കുക എന്ന് അവർ കരുതണ്ട. പിന്നെ മുത്തശ്ശൻ എന്ന് പറഞ്ഞാൽ അയാൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് അറിയാമല്ലോ. ആദർശം ഒന്ന് തകർന്നു എന്ന് അറിഞ്ഞപ്പം നമ്മളത് ആഘോഷമാക്കി എന്നറിഞ്ഞാൽ പുള്ളി പിന്നെ എങ്ങനെ പ്രതികരിക്കുമെന്ന് പോലും പറയാൻ പറ്റത്തില്ല. അയാൾക്ക് പണ്ടേ നമ്മളെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം നമുക്കൊന്ന് ഒതുങ്ങി നിൽക്കാം. എന്തായാലും ഇപ്പം നമുക്ക് പുറത്തൊന്നും പോകണ്ട. നാളെ ആട്ടെ, നാളെ നമുക്ക് ഇതൊരു ഗംഭീര ആഘോഷം തന്നെ ആക്കിയേക്കാന്ന് അഭി പറയുന്നുണ്ട്. റൂമിൽ ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ അരങ്ങേറുമ്പോൾ തന്നെ ഹാളിൽ എല്ലാവരും ഭയങ്കര ധർമ്മസങ്കടത്തിലായിട്ടിരുന്ന് കരയുകയാണ് കേട്ടോ. എല്ലാവരും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ ആലോചിക്കുകയും വിഷമിക്കുകയും നയനേനും ദേവാനിനെയൊക്കെ സമാധാനപ്പെടുത്തിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. എന്താ ചെയ്യണമെന്നറിയാതെ ആകെ എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് നമ്മുടെ മുത്തശ്ശൻ്റെ സ്വാധീനമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആദർശിനെ അവിടുന്ന് ഇറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് കനകയും ഗോവിന്ദനും എത്തുന്നുണ്ട്. നയനമോളെ എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ കനക അങ്ങോട്ടേക്ക് കയറി വരുന്നത്. കനകയ്ക്കും ഗോവിന്ദനും ആദർശ് ജയിലിലാണെന്ന് അറിഞ്ഞത് വലിയ വിഷമമാക്കിയിട്ടുണ്ട്. നയനെ ഈ സത്യങ്ങളൊന്നും അറിയിച്ചിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അവർ ഇതേപ്പറ്റി കൂടുതലൊന്നും നയനോട് സംസാരിക്കാതിരുന്നതും. ഇതിപ്പോൾ നയനമോളെ തന്നെയാണല്ലോ വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നയനമോളെ എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളത് അവർക്കിപ്പോൾ നന്നായിട്ട് അറിയാം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ജാനകി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെങ്ങനെ ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞ് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഗോവിന്ദൻ പറയുന്നുണ്ട്, അത് പിന്നെ ഞങ്ങളെ അനിമോനാ വിളിച്ച് പറഞ്ഞത്. ആ സമയത്ത് അനിയെ രൂക്ഷമായിട്ട് നോക്കുകയാണ് ജാനകി. ഇപ്പോഴും അവൻ നന്ദുവിനെ വിളിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ജാനകിക്ക് മനസ്സിലാവുകയാണ്. അപ്പോഴേക്കും കനക ദേവേനോട് ചോദിക്കുന്നുണ്ട്, അല്ല ആദർശമോൻ എന്താ പറ്റിയത്? എങ്ങനെ ആദർശമോൻ അവിടെ ജയിലിൽ പോയേ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുക. അപ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട്, ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ. കുറച്ചു മുമ്പ് മോളുടെ ഫോണിലേക്ക് ഒരു അജ്ഞാത കോൾ വന്നു. അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് എൻ്റെ മോൻ ജയിലിലാണെന്നുള്ള കാര്യം. അതറിഞ്ഞപ്പോൾ മുതൽ നയനമോൾ ആകെ വിഷമത്തിലാണെന്ന് ഇങ്ങനെ പറയുക. എന്നിട്ട് ഗോവിന്ദൻ ചെന്നിട്ട് മുത്തച്ഛനോട് ചോദിക്കുന്നുണ്ട്, സാറേ ആദർശമോൻ എന്താ പറ്റിയത്? എങ്ങനെയാണ് അത് സംഭവിച്ചത്? എന്ത് കാരണം കൊണ്ടാണ് മോനെ അവർ ജയിലിലാക്കിയത് എന്നൊക്കെ തന്നെ ഇങ്ങനെ ഭയങ്കര വിഷമത്തോടെ ചോദിക്കുമ്പോഴേക്കും മുത്തച്ഛൻ പറയുന്നുണ്ട്, അത് പിന്നെ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്കായിട്ടാണല്ലോ ആദർശം അങ്ങോട്ടേക്ക് പോയത്. ഗൾഫിലും നമുക്ക് ഒരുപാട് എതിരാളികളുണ്ട്. ഗൾഫിലെ നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ് AM ജ്വല്ലറിക്കാർ. അവർ പുതിയൊരു ഷോറൂം ഇവിടെയും തുടങ്ങിയിട്ടുണ്ടല്ലോ. ഗൾഫിലും അവരുടെ സ്ഥാപനം തന്നെ ടോപ്പിലെത്താൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെയുള്ള ചില കടന്നു കളികളൊക്കെ കളിച്ചത്. ഇതിനകത്തൊക്കെ കുറേ കളികൾ നടന്നിട്ടുണ്ട്. നമ്മുടെ ബ്രാഞ്ചിലും എല്ലാം ഒരു കുത്തഴിഞ്ഞ മട്ടിലായിരുന്നു. സ്റ്റാഫുകളൊന്നും വേണ്ട രീതിക്ക് കാര്യങ്ങളൊന്നും കൈകാര്യം ചെയ്തിട്ടില്ലായിരുന്നു. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളതുപോലെയല്ല. എന്തെങ്കിലും ക്രമക്കേടോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെന്നറിഞ്ഞാൽ നേരെ കമ്പനിയുടെ MD ആണ് അറസ്റ്റ് ചെയ്യുന്നത്. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. നമ്മുടെ ബ്രാഞ്ചിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു മീറ്റിങ്ങിനിടയിലാണ് ആദർശനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. ഞാൻ നയനമോളോട് പറഞ്ഞു, അതിൻ്റെ പേരിൽ മോൾ ഇങ്ങനെ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഇതൊക്കെ ബിസിനസ്സിൽ സർവ്വസാധാരണമാണ്. നമ്മുടെ എതിരാളികൾ നമ്മളെ തകർക്കാനായിട്ട് പല വഴികളും നോക്കും. അതിലൊരു വഴി മാത്രമാണ് ഇത്. എൻ്റെ കൊച്ചുമോനെ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തിറക്കാനുള്ള മാർഗവും ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. അവൻ എൻ്റെ കൊച്ചുമോനാ. അവൻ ഒരു തെറ്റും ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് അവനെ എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് തിരിച്ച് നാട്ടിലോട്ട് കൊണ്ടുവരാനും പറ്റും. ആരും അതോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ തന്നെ മുത്തച്ഛൻ പറയുന്നുണ്ട്. എനിക്ക് ഇവിടെ മാത്രമല്ല പിടിപാടുള്ളത്. എൻ്റെ കുറേ സുഹൃത്തുക്കൾ അവിടെയുണ്ട്. അവരെയൊക്കെ ഞാൻ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞു. എന്തായാലും പെട്ടെന്ന് തന്നെ ആദർശനെ നാട്ടിലെത്തിക്കാനുള്ള വഴികളൊക്കെ അവർ നോക്കുന്നുണ്ടെന്നൊക്കെ തന്നെ പറയുകയാണ്. അപ്പോഴേക്കും ഗോവിന്ദൻ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ് സാറേ, അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. എന്നാലും ആദർശമോനെ ഓർത്ത് എൻ്റെ മോള് കരയുന്ന കണ്ടില്ലേ? പ്രത്യേകിച്ച് മോള് ഇങ്ങനൊരു സിറ്റുവേഷനിലല്ലേ ഇരിക്കുന്നത്. ഈ സമയത്തൊക്കെ മോൾ ഇങ്ങനെ സങ്കടപ്പെടുന്നത് മോളുടെ വയറ്റിലുള്ള കുഞ്ഞിനെയും ബാധിക്കില്ലെന്ന് തന്നെ ചോദിക്കാം. അപ്പോഴേക്കും മുത്തശ്ശൻ ഒന്നും പറയുന്നില്ല കേട്ടോ, മിണ്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കനക എന്നിട്ട് നയനമോളുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, മോള് ബോധം കെട്ട് വീണു എന്നൊക്കെ അനിമോൻ വിളിച്ച് പറഞ്ഞിരുന്നു. അത് കേട്ടപ്പോൾ ഞങ്ങളുടെ കൈയും കാലും ഒക്കെ തളർന്നു പോകുന്ന പോലെ ഞങ്ങൾക്ക് തോന്നിയത്. മോക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നയനെ പറയുന്നുണ്ട്, ഇല്ലമ്മേ എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല.
ആദർശേട്ടനെ എനിക്ക് കാണണം, എത്രയും പെട്ടെന്ന് തന്നെ ആദർശേട്ടനെ എനിക്ക് കാണണം, ആദർശേട്ടനോട് സംസാരിക്കണം. ആദർശേട്ടൻ്റെ ഒച്ച കേൾക്കാതെ എനിക്ക് ഒരു സമാധാനവും ഇല്ല അമ്മേ എന്നൊക്കെ പറഞ്ഞ് നയന വീണ്ടും കരയുകയാണ് കേട്ടോ. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ആദർശേട്ടൻ എങ്ങനെയാണ് ജയിലിലേക്ക് പോയിട്ടുണ്ടാവുക? ആരോ ഇത് ആദർശേട്ടനെ ചതിക്കാൻ വേണ്ടി ചെയ്ത പ്രവൃത്തി തന്നെയാണ്. എൻ്റെ ആദർശേട്ടനെ ആരോ ചതിയിൽ പെടുത്തിയതാ എനിക്കറിയാം എന്നൊക്കെ തന്നെ നമ്മുടെ നയന പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, കനകെ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, ഞങ്ങൾ മോളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയായിരുന്നു. അമ്മയ്ക്കും കുഞ്ഞിനും കുഴപ്പമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞ്. പെട്ടെന്ന് ആ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ ഉണ്ടായ ഷോക്കിലാണ് മോൾക്ക് തലചുറ്റൽ പോലെ ഉണ്ടായത്. പിന്നെ ആദർശ് വിളിക്കാത്ത കാര്യം പറഞ്ഞ് മോൾ മര്യാദയ്ക്ക് ആഹാരം പോലും കഴിക്കുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു ക്ഷീണം മോൾക്കുണ്ടായിരുന്നു. ഈ സമയത്ത് ആഹാരം കഴിക്കാതിരുന്നാൽ അത് എത്രത്തോളം ക്ഷീണം ഉണ്ടാക്കും എന്നുള്ളത് കനയ്ക്ക് അറിയാമല്ലോ. ഈ സമയത്ത് മോൾ നന്നായിട്ട് ആഹാരം കഴിക്കേണ്ടതല്ലേ? മോൾ ആദർശ് വിളിക്കാത്ത സങ്കടവും പറഞ്ഞ് മര്യാദയ്ക്ക് ആഹാരം പോലും കഴിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വഴക്ക് പറഞ്ഞു പുറകെ നടന്നു ഓരോന്നൊക്കെ കഴിപ്പിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ മുതലേ ഞാൻ മാനസികമായിട്ട് ഒരുപാട് തളർന്നു പോയി. പിന്നെ എൻ്റെ മോളെ നോക്കണ്ടേ, ഈ ഒരു സമയത്ത് ആ താങ്ങായിട്ട് ഞാൻ നിൽക്കണ്ടേ? നയനമോൾ കരയുന്ന കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല എന്നൊക്കെ തന്നെ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് മുത്തശ്ശി എല്ലാവരെയും സമാധാനിപ്പിക്കാനൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. ഇതുപോലുള്ള പ്രതിസന്ധികളൊക്കെ ഒരുപാട് നേരിട്ട് തന്നെയാണ് നമ്മൾ ഇത്രത്തോളം എത്തിയത്. ഇപ്പം നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ സമയദോഷത്തിൻ്റെ ആണെന്ന് തന്നെ കണ്ടാൽ മതി. അതുകൊണ്ടാണ് ഇപ്പം ഈ വീടിനകത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത്. മാറിയും മറിഞ്ഞും ഓരോ അപകടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തന്നെ ആയിരിക്കും. ആദർശമോനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മളെല്ലാവരും ആദർശമോന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതല്ലേ. മോൻ ഒരു കുഴപ്പവും സംഭവിക്കില്ല, ഒരു കുഴപ്പമില്ലാതെ മോൻ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരികയും ചെയ്യും. അങ്ങനെ എൻ്റെ മനസ്സ് പറയുന്നതെന്നൊക്കെ തന്നെ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്. എന്നിട്ട് കനക നയനോട് ചോദിക്കുന്നുണ്ട്, അല്ല മോളെ നവ്യ എന്തിയെ? നവ്യ ഈ വാർത്തയൊന്നും അറിഞ്ഞില്ലേ? എന്നിട്ട് അവളെ കണ്ടില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അവൾക്ക് സന്തോഷമുള്ള വാർത്തയാണല്ലോ ഇപ്പം കേട്ടത്. ഈ വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ അവൾ നിലത്തെങ്ങുമല്ല. അവൾ മാത്രമല്ല, അവളുടെ ഭർത്താവും അമ്മായിമ്മയും എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. പുറമെ കാണിക്കുന്നില്ലെങ്കിലും അവരുടെയൊക്കെ മനസ്സിലാകാന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ ദേവയാനി പറയുക. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, ഏട്ടത്തി എന്ത് വർത്താനമായി പറയുന്നത്? ഇതൊക്കെ സന്തോഷമുള്ള വാർത്തയാണോ? ഞാനെന്താ ഇത് കേട്ട് സന്തോഷിച്ചാണോ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിക്കാം. ആദർശിനെ കുറിച്ച് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നത് എനിക്കും സങ്കടമുള്ള കാര്യം തന്നെയാണ്. എൻ്റെ മോൻ ജയിലിൽ പോയ സമയത്ത് ആർക്കും ഒരു സങ്കടമൊന്നും ഇല്ലായിരുന്നല്ലോ. പക്ഷേ എനിക്കങ്ങനെയല്ല. ആദർശിനെ ഞാൻ എൻ്റെ സ്വന്തം മോനെ പോലെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കുക ജലജെ, നാവെടുത്താൽ കള്ളം മാത്രമേ പറയുള്ളൂ. നിർത്തിക്കോ, നിൻ്റെ ഇഷ്ടവും സ്നേഹമൊക്കെ എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. കൂടുതൽ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞു തന്നെ ദേവയാനി വഴക്ക് പറയുകയാണ്. ഈ സമയത്ത് അനു ഓർക്കുന്നത് നന്ദുവിനെ കുറിച്ചിട്ടാണ്. അയ്യോ പാവം നന്ദു. കാരണം കനകയും ഗോവിന്ദനും ഒക്കെ ഇങ്ങോട്ടേക്ക് വന്നല്ലോ. അപ്പം നന്ദു ആ വീട്ടിൽ തന്നെയല്ലേ ഉള്ളൂ. അക്രമികൾ ഇനിയും വന്ന് നന്ദുവിനെ ആക്രമിച്ചാലോ എന്നൊക്കെയുള്ളൊരു പേടിയുണ്ട് കേട്ടോ. ആദർശേട്ടൻ്റെ കാര്യങ്ങളൊക്കെ ഇത്രയും കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന ഈ ഒരു സമയത്ത് നവീൻ്റെ ഇഷ്ടം നന്ദുവിനെ അറിയിച്ചോന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ഭയങ്കര ഇറിറ്റേഷനൊക്കെ ആക്കുന്നുണ്ട്. ഇതിപ്പോൾ വല്ലാത്തൊരവസ്ഥയാണല്ലോ. അവനെ ഒഴിവാക്കാനും പറ്റത്തില്ല, അന്ന് അവനെ സഹായിക്കാനും പറ്റാത്തൊരവസ്ഥ എന്ന് തന്നെ നമ്മുടെ അനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഇതിപ്പോൾ എത്ര വലിയ ആവശ്യമൊന്നും അല്ലല്ലോ. ആദർശേട്ടൻ്റെ പ്രശ്നത്തെക്കാൾ വലിയ പ്രശ്നമല്ലല്ലോ ഇത് എന്ന് തന്നെ നമ്മുടെ അനി ആലോചിക്കുന്നുണ്ട്. നവീൻ വിളിച്ച് സംസാരിക്കുമ്പോൾ പോലും നന്ദു അവിടെ തന്നെയാണല്ലോ എന്ന് ഓർത്തിട്ട് വിഷമിച്ചിരിക്കുകയാണ് നമ്മുടെ അനി. എങ്ങനെയെങ്കിലും നന്ദുവിൻ്റെ അടുത്ത് ഇപ്പോൾ ചെല്ലുമായിരുന്നെങ്കിൽ അവളുടെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചിരിക്കായിരുന്നു എന്ന് തന്നെ നമ്മുടെ അനി ഓർക്കുന്നുണ്ട്. അങ്ങനെ അനി ഒരു കാരണം കാത്തിരിക്കുകയായിരുന്നു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട്. ആ സമയത്ത് കറക്റ്റായിട്ട് തന്നെ കറക്റ്റ് നമ്മുടെ നവീൻ അനിയെ വിളിക്കുന്നുണ്ട്. എടാ നീ എവിടെയാ? നീ വീട്ടിൽ കയറി പോയോ? ഇത്ര പെട്ടെന്ന് നീ വീട്ടിൽ പോയോ എന്ന് തന്നെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, എന്താടാ ഇപ്പം എന്തിനാ നീ വിളിച്ചതെന്ന് തന്നെ ചോദിക്കുക. അല്ലടാ എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് കാണണമായിരുന്നു. നന്ദുവിൻ്റെ കാര്യം സംസാരിക്കാനാ എന്നിങ്ങനെ പറയുക കേട്ടോ. നന്ദുവിൻ്റെ കാര്യം സംസാരിക്കാനാ എന്ന് തന്നെ പറയുകയാണ്. അത് കേട്ട പാടെ തന്നെ അനി പറയുന്നുണ്ട്, ആണോ എങ്കിൽ ഞാനിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാം. നമ്മളെപ്പോഴും മീറ്റ് ചെയ്യുന്ന കോഫി ഷോപ്പിൽ തന്നെ നീ നിൽക്കുക, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്നും പറയുകയാണ്. അങ്ങനെ നവീനം കാണാനെന്ന മട്ടിൽ അനി പുറത്തോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. കനയ്ക്കും ഗോവിന്ദനൊക്കെ ചെറിയ രീതിക്ക് ഒരു ടെൻഷനൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അനി പോകുന്ന കാണുമ്പോഴേക്കും ജാനകിയും ടെൻഷൻ അടിക്കുന്നുണ്ട്. കാരണം നന്ദു വീട്ടിലെ തനിച്ചാണെന്നുള്ള കാര്യം എനിക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് പേടിയാവുന്നുണ്ട്. പിന്നെ നവീനെ കാണാനാണല്ലോ പോകുന്നതെന്ന് ഓർത്തിട്ട് ഒരു ചെറിയ സമാധാനവും. അങ്ങനെ പെട്ടെന്ന് തന്നെ നവീൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ അനി. എന്നിട്ട് നന്ദുവിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് അനന്തപുരിയിലെ പ്രശ്നങ്ങളൊക്കെ നവീൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ അനി. വീട്ടിലെല്ലാവരും വിഷമിച്ചിരിക്കുക, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് വീട്ടിലോട്ട് പോകണം. നന്ദുവിനോട് ഞാൻ ചെറിയ സൂചനയൊക്കെ കൊടുത്തിട്ടുണ്ട്, എന്നാലും വെട്ടി തുറന്ന് എനിക്ക് അവളോട് ഇക്കാര്യം പറയാൻ സാധിക്കില്ലടാന്നൊക്കെ തന്നെ നമ്മുടെ അനി പറയുമ്പോഴേക്കും നവീൻ പറയുന്നുണ്ട്, നിന്നെക്കൊണ്ട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ പറഞ്ഞാൽ മതി, ഞാൻ വേറെ എന്തെങ്കിലും വഴി നോക്കിക്കോളാം. നേരിട്ട് അവളുടെ അച്ഛനോടും അമ്മയോടും കാര്യം പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. പക്ഷേ നന്ദുവിൻ്റെ മനസ്സിൽ എന്നോട് ഇഷ്ടമുണ്ടോ എന്നൊക്കെ ഉള്ളത് അറിഞ്ഞിട്ട് പറയാൻ ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും നാളും വെയിറ്റ് ചെയ്യുന്നത്. നിനക്കറിയാമല്ലോ എന്നൊക്കെ തന്നെ അനിയോട് പറയുകയാണ്.
അങ്ങനെ അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് അനി നേരെ ചെല്ലുന്നത് നന്ദുവിൻ്റെ അടുത്തോട്ടാണ്. വണ്ടി വീടിന് മുമ്പിൽ നിർത്തിയിട്ട് നന്ദുവിനെ ഫോൺ വിളിക്കുന്നുണ്ട്. എടി, ഞാൻ നിന്റെ വീടിൻ്റെ മുമ്പിലുണ്ട്, നീ വാതിൽ തുറക്ക്, ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നേ എന്നിങ്ങനെ അനി പറയുമ്പോഴേക്കും നന്ദുവിനാകെ പേടിയാവുന്നുണ്ട്. നന്ദു ചോദിക്കുന്നുണ്ട്, എടാ നീ എന്തിനാടാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്? അച്ഛനും അമ്മയും ഇവിടെ ഇല്ല, നീ ഇവിടെ വന്നോന്ന് അവരെങ്ങാനും അറിഞ്ഞാൽ ആകെ പ്രശ്നമാകും. അനി, ഇത് കൈവിട്ട കളിയാണ്, നീ വിചാരിക്കുന്ന പോലെ അല്ല. ഇപ്പം എല്ലാ പ്രശ്നങ്ങളും ഒന്ന് സോൾവ് ആയിരിക്കുക. ഇനി നീ ആയിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഊതിപ്പരിപ്പിക്കാൻ നിൽക്കരുതെന്നൊക്കെ തന്നെ പറയുന്നുണ്ടെങ്കിലും അനി ഒട്ടും തന്നെ സമ്മതിക്കുന്നില്ല. നീ കതവ് തുറക്കുന്നേ, നിന്നെ കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് പൊക്കോളാം. കഴിഞ്ഞ ദിവസം വന്നപ്പോഴും നിന്നെ ഒന്ന് മര്യാദയ്ക്ക് കാണാൻ പോലും പറ്റിയില്ലല്ലോ. ഇപ്പം നിന്റെ അച്ഛനും അമ്മയൊക്കെ അവിടെ ഇല്ലെന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. നീ വാതിൽ തുറന്നില്ലെങ്കിൽ അവർ വരുന്നവരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നൊക്കെ അനി പറയുക കേട്ടോ. അങ്ങനെ നിവർത്തിയില്ലാതെ വേറെ വഴിയൊന്നും ഇല്ലെന്ന് കാണുമ്പോഴേക്കും നന്ദു പതിയെ ചെന്ന് ഡോറൊക്കെ തുറക്കുന്നുണ്ട്. എന്നിട്ട് നന്ദു പേടിയോടെ തന്നെ അനിയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാടാ നീ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്? എന്നെ കൊലയ്ക്ക് കൊടുക്കാനാണോ? അച്ഛനും അമ്മയും ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകും എന്നുള്ളത് നിനക്കറിയാവല്ലോ. എന്തിനാടാ നീ ഇങ്ങനെയൊക്കെയുള്ള സാഹസ്യം കാണിക്കുന്നത്? അച്ഛനും അമ്മയും അനന്തപുരിയിലാണെന്നുള്ളത് നിനക്കറിയാവല്ലോ. നീ ഇപ്പം വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി തന്നെ എല്ലാവർക്കും സംശയമായി കാണും. അച്ഛനും അമ്മയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നാൽ എന്ത് ചെയ്യൂടാ എന്ന് തന്നെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ ദിവസം തലനാരഴിക്കാൻ രക്ഷപ്പെട്ടത്. അമ്മ ഇടയ്ക്കിടയ്ക്ക് അതേക്കുറിച്ച് എന്നോട് കുത്തി സംസാരിക്കുന്നുണ്ട്. അനിയാണോ നിന്നെ കാണാൻ വന്നിട്ട് പോയെന്ന് അമ്മ 2-3 പ്രാവശ്യം എന്നോട് ചോദിക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എന്തിനാടാ നീ ഇങ്ങനെ റിസ്ക് എടുത്ത് വരുന്നതെന്നൊക്കെ തന്നെ ചോദിക്കാട്ടോ. അപ്പോൾ അനി പറയുന്നുണ്ട്, അത് സാരമില്ലടി, എനിക്ക് നിന്നെ കാണണമായിരുന്നു. ഇന്നലെ വന്നിട്ടും മര്യാദയ്ക്ക് നിന്നെ കാണാൻ പറ്റിയില്ലല്ലോ. ഇതുപോലൊരവസരം ഇനി കിട്ടിയെന്ന് വരില്ല. എന്തായാലും നിന്റെ അച്ഛനും അമ്മയും ഇപ്പം അനന്തപുരിൽ തന്നെ ഉണ്ട്. നവീൻ എന്നെ വിളിച്ചായിരുന്നു. നവീനെ കാണാനെന്നും പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് അവർക്ക് വലിയ സംശയമൊന്നും ഉണ്ടാവില്ല. നീ ധൈര്യമായിട്ട് തന്നെ ഇരിക്കുക, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ തന്നെ അനി പറയുന്നുണ്ട്. പിന്നെ ഇങ്ങനൊരവസ്ഥയിൽ നിന്നെ ഇവിടെ തന്നെ ആക്കി വെച്ച് നിന്റെ അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് വന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതും നിനക്കിപ്പോൾ ശത്രുക്കളൊക്കെ ഒരുപാട് പേരുണ്ടല്ലോ. നിന്നെ ആക്രമിക്കാൻ അവർ പിന്നെയും വന്നാലോ? അതൊക്കെ ഓർത്തിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. നന്ദു പറയുന്നുണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. എന്നാലും നീ ഇങ്ങനെ സാഹസ്യം കാണിച്ച് ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നു. അച്ഛനും അമ്മയും എന്തായാലും ഇപ്പം അങ്ങോട്ടേക്ക് പോകുന്നില്ലെന്ന് തന്നെയാണ് പറഞ്ഞത്. ഞാൻ അവരോട് പറഞ്ഞു, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ അനന്തപുരിയിലുണ്ടായിട്ട് നിങ്ങളൊന്ന് പോയി അന്വേഷിച്ചില്ലെങ്കിൽ ശരിയല്ലല്ലോ എന്നോർത്ത് ഞാൻ പറഞ്ഞു വിട്ടതാണ്. എന്നെ ആക്രമിക്കാൻ വരുമോ എന്നൊക്കെയുള്ള പേടി അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നു. ഈ ഒരു അവസ്ഥയിൽ നയനേച്ചി വന്ന് കാണണം, സമാധാനിപ്പിക്കണം എന്നൊക്കെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാനാ, എൻ്റെ കാലിന് സുഖമില്ലാതായില്ലേ. അപ്പോൾ പിന്നെ അച്ഛനും അമ്മയും പോയില്ലെങ്കിൽ നയനേച്ചിക്ക് അത് ഭയങ്കര വിഷമാവുമെന്നൊക്കെ തന്നെ നമ്മുടെ നന്ദു പറയുന്നുണ്ട്. എന്നിട്ട് അനി പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാടി, ആദിശ്വട്ടൻ ജയിലിലാണെന്ന് അറിഞ്ഞപ്പോൾ മുതലേ ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എൻ്റെ സങ്കടം ഞാൻ ആരോട് പറയാനാ? പിന്നെ നയനേച്ചിയുടെ കാര്യം പറയണോ? പോരാത്തതിന് ചേച്ചി ഇപ്പം പ്രഗ്നൻറ്റും കൂടിയിട്ടല്ലേ. ആ ഒരു സമയത്ത് ഇതുപോലുള്ള സങ്കടമുള്ള വാർത്തയൊക്കെ കേൾക്കേണ്ടി വന്നല്ലോ എന്നോർത്താ എനിക്ക് വിഷമമെന്ന് പറയുക. നന്ദു ഉടനെ ചോദിക്കുന്നുണ്ട്, എടാ അതെങ്ങനെയാടാ സംഭവിച്ചത്? എങ്ങനെയാടാ ആദിശ്വട്ടൻ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടത്? ആദിശ്വട്ടന് അവിടെ വല്ല ശത്രുക്കളും ഉണ്ടോ? അതോ ഇനി ആരെങ്കിലും ചതിയിൽ പെടുത്തിയതാണോ എന്ന് തന്നെ ചോദിക്കുക നന്ദു. എനിക്ക് ഇതിൻ്റെ പിന്നിലും അബിയുടെ കൈകളുണ്ടോയെന്ന് നല്ല സംശയമുണ്ടെന്നൊക്കെ തന്നെ നന്ദു പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, ഞാൻ എന്നോട് പറഞ്ഞില്ലായിരുന്നോ ആ എഞ്ചിനീയർക്കാർ അവിടെയും ഉണ്ടെന്നുള്ള കാര്യം? അവർ കുറച്ച് കുഴപ്പം പിടിച്ചവർ തന്നെയാണ്. നമ്മുടെ ബ്രാഞ്ചിലൊക്കെ നല്ല സെയിൽ നടക്കുന്നത് കാണുമ്പോഴേ അവർക്കതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഗൾഫിലും നമ്മുടെ ബ്രാഞ്ച് തന്നെയായിരുന്നു നല്ല ടോപ്പിൽ പൊയ്ക്കൊണ്ടിരുന്നത്. അവിടെയും ഏറ്റവും വലിയ വെല്ലുവിളി ഈ എഞ്ചിനീയർക്കാർ തന്നെയായിരുന്നു. മിക്കവാറും അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു നീക്കം തന്നെ ആയിരിക്കും ഇത് എന്നാ മുത്തശ്ശൻ പറഞ്ഞെന്നൊക്കെ തന്നെ അനി പറയുന്നുണ്ട്. അവരുടെ എതിരാളികളുടെ പട്ടികയിൽ നമ്മൾ 1-ാം സ്ഥാനത്ത്. അതുകൊണ്ട് തന്നെ അവർ മനഃപൂർവ്വം ആദർശേട്ടനെ അങ്ങോട്ടേക്ക് വരുത്താനുള്ള കാരണങ്ങൾ ഉണ്ടാക്കിയതായിരിക്കും. മനഃപൂർവ്വം ആദർശേട്ടനെ കുടുക്കിയത് തന്നെ ആയിരിക്കും. അല്ലാതെ വേറൊരു തെറ്റും അവിടെ സംഭവിക്കാൻ ഒരു വഴിയുമില്ല. ആദർശേട്ടനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ആദർശേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും സംഭവിച്ചിട്ടുമില്ല എന്നൊക്കെ തന്നെ അനി പറയുന്നുണ്ട്. അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മുത്തശ്ശനുണ്ടല്ലോ, മുത്തശ്ശൻ്റെ കഴിവിൻ്റെ പരമാവധി തന്നെ നോക്കുന്നുണ്ട്. അധികം താമസിക്കാതെ തന്നെ ആദർശേട്ടനെ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് മുത്തശ്ശൻ പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ നന്ദുവിന് സമാധാനമാകുന്നുണ്ട്. നന്ദു ഉടനെ ചോദിക്കുന്നുണ്ട്, അല്ല നയനച്ചിക്ക് ഇപ്പം എങ്ങനെയുണ്ട്? നയനച്ചി ഓക്കെ ആയോ എന്നിങ്ങനെ ചോദിക്കാം. അനി പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചായിരുന്നല്ലോ. പെട്ടെന്ന് ആ ഒരു വാർത്ത കേട്ടപ്പോൾ ഉണ്ടായ ഷോക്കിലാണ് തലയൂറ്റിലുണ്ടായത്. അമ്മയും കുഞ്ഞും ഓക്കെ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ തന്നെ അനിയും പറയുന്നുണ്ട്. എന്നിട്ട് നന്ദു പറയുന്നുണ്ട്, എന്നാ നീ പൊയ്ക്കോ, അമ്മയും അച്ഛനും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നാലോ? എനിക്ക് ആകെ പേടിയാകുന്നു അനി, നീ പെട്ടെന്ന് പൊയ്ക്കോ എന്നൊക്കെ തന്നെ പറയാട്ടോ നന്ദു. കഴിഞ്ഞ ദിവസത്തെ സംഭവം തന്നെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സംശയമാക്കിയിട്ടുണ്ട്. നീയാണോ വന്നിട്ട് പോയെന്നുള്ളതിൽ അമ്മയ്ക്ക് നല്ല സംശയമുണ്ട്. അറിയാമല്ലോ അവരുടെ സ്വഭാവം. പെട്ടെന്നെങ്ങാണോ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഇവിടെ കണ്ടാൽ പിന്നെ അത് മതി, തീർന്നു എല്ലാം. അതുകൊണ്ട് നീ പൊയ്ക്കോ അനി, എനിക്ക് പേടിയാവുന്നു. നീ പൊയ്ക്കോ, ഞാനിവിടെ ഇരുന്നോളാം, എന്നെ ആരും ഒന്നും ചെയ്യില്ല എന്നൊക്കെ തന്നെ നന്ദു പറയുന്നുണ്ട്. അനി എന്നാൽ പോകാൻ ഒട്ടും തന്നെ മനസ്സ് കാണിക്കുന്നില്ല. അനി പറയുന്നുണ്ട്, സാരമില്ലടി, കുറച്ച് നേരം കൂടെ ഞാൻ നിൻ്റെ അടുത്ത് ഇരിക്കട്ടെ. എത്ര നാളായി നമ്മൾ ഇതുപോലെ കുറച്ച് നേരം ഒന്നും മിണ്ടിയിരുന്നിട്ട്. അച്ഛനും അമ്മയൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്കേ വരുള്ളൂ. ഉള്ള സമയം നിൻ്റെ കൂടെ ഇരുന്ന് സംസാരിച്ചാൽ എൻ്റെ മനസ്സിന് അത്രയെങ്കിലും ഒരു സമാധാനം കിട്ടുമെന്നൊക്കെ അനി പറയുകയാണ്. അങ്ങനെ നന്ദു അനിയും കുറേ നേരമൊക്കെ സംസാരിച്ചിരിക്കുകയാണ്.
ആ സമയത്ത് നവീനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ അനി ചോദിക്കുന്നുണ്ട്. പലപ്പോഴും നവീനെക്കുറിച്ച് ചോദിച്ചപ്പോഴൊക്കെ നവീനേട്ടനോട് എനിക്ക് വലിയ മതിപ്പാണ്, എനിക്ക് നല്ല സ്നേഹമുണ്ടെന്നൊക്കെയാണല്ലോ നന്ദു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നവീനോട് തോന്നുന്ന ആ ഒരു അടുപ്പവും സ്നേഹമൊക്കെ ഏത് തരത്തിലുള്ള അടുപ്പവും സ്നേഹമാണെന്നൊക്കെ ഒന്ന് ക്ലാരിഫിക്കേഷൻ കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അനി ഈ കാര്യങ്ങളൊക്കെ നന്ദുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും നന്ദു പറയുന്നത്, ഞാൻ ആദർശേട്ടനെ എങ്ങനെയാണ് കാണുന്നത്, ഞാൻ ആദർശേട്ടനെ എങ്ങനെയാണോ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ എൻ്റെ ഒരു ആങ്ങളുടെ സ്ഥാനത്താണ് ഞാൻ നവീനെ കാണുന്നതെന്നും പറയുക. നന്ദുവിൻ്റെ മനസ്സിൽ നവീൻ്റെ സ്ഥാനം എന്താണെന്നൊക്കെ അറിയുമ്പോഴേക്കും എനിക്കത് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. എന്തായാലും എന്നോടുള്ള സ്നേഹം കുറയില്ലല്ലോ. എന്നെ നന്ദുവിന് അത്രയ്ക്ക് ഇഷ്ടമാണെന്നൊക്കെ ഉള്ളത് മനസ്സിലാകുമ്പോഴേക്കും എനിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അനി എന്നിട്ട് കട്ടിലോട്ട് ഇരുന്നിട്ട് നന്ദുവിൻ്റെ കാലെടുത്ത് മടിയിൽ വെച്ചിട്ട് കാല് പതിയെ തടവി കൊടുക്കുന്നൊക്കെ ഉണ്ട്. നന്ദു ചോദിക്കുന്നുണ്ട്, അല്ല എന്താണ് എൻ്റെ ഉദ്ദേശം, പോകാൻ പറഞ്ഞിട്ടും നീ പോകാതെ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കുകയാണല്ലോ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോൾ അനി പറയുന്നുണ്ട്, ഏയ് വേറെ ഉദ്ദേശമൊന്നും ഇല്ലടി, നിൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ നേരം ഇരിക്കണം, നിന്നോട് കുറേ സംസാരിക്കണം. നിൻ്റെ അടുത്തിരിക്കുമ്പം എൻ്റെ മനസ്സിന് എന്തോരം ആശ്വാസം ഉണ്ടെന്ന് അറിയാവോ, എപ്പോഴും നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്നൊക്കെ തന്നെ പറയുകയാണ്. നമ്മുടെ വീട്ടുകാർക്കിടയിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ ബെഡ്റൂമിൽ എൻ്റെ കട്ടിലിൽ ഇരിക്കേണ്ടവളാണ് നീ, നിന്നെ ഞാൻ സ്നേഹിച്ച് കൊന്നേനെ എന്നൊക്കെ തന്നെ അനി പറയുക കേട്ടോ. അപ്പോൾ നന്ദുവിനും ചെറിയ നാണമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അതൊക്കെ നടക്കുമല്ലോ എന്ന് കണ്ടറിയണം അനി. എന്തായാലും നമ്മുടെ വീട്ടുകാരൊന്നും ഉടനെ നമ്മുടെ കല്യാണത്തിന് സമ്മതിക്കാൻ പോകുന്നില്ല. ഇന്നലെ നിൻ്റെ കോള് വന്നപ്പോൾ തന്നെ അമ്മ എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെ ഉണ്ടാക്കിയെന്നറിയാവോ. അവസാനം ആദർശേട്ടൻ്റെ കാര്യം പറയാനായിട്ട് എന്നെ വിളിച്ചാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒന്ന് അടങ്ങിപ്പോയത്. അമ്മയ്ക്ക് നല്ല സംശയമുണ്ട് അന്നിവിടെ വന്നിട്ട് പോയത് നീയാണെന്നുള്ളത്. മുള്ളുമുനയും വെച്ച് അമ്മ പലതവണ അന്ന് സംസാരിക്കുകയും ചെയ്തു. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാടാ എന്നൊക്കെ തന്നെ ചോദിക്കാട്ടോ നന്ദു. അപ്പോൾ അനി പറയുന്നുണ്ട്, ഏയ് അതൊന്നും നീ മൈൻഡ് ചെയ്യണ്ടാടി, അതൊക്കെ നടക്കും. എന്തായാലും കാര്യങ്ങളൊക്കെ ഇത്രത്തോളം കലങ്ങി മറിഞ്ഞില്ലേ. ആ നശിച്ചവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തതല്ല. എന്തായാലും അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയല്ലോ. ഇനിയിപ്പം അധികം വൈകാതെ എൻ്റെ ജീവിതത്തിലോട്ട് നീ വരികയും ചെയ്യും. അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കാനും ഞാൻ റെഡിയാണ്. എല്ലാവരുടെയും സമ്മതത്തോടെ നിൻ്റെ കഴുത്തിൽ ഞാൻ തന്നെ താലി കെട്ടും. അങ്ങനെ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നതെന്നൊക്കെ അനി ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, കൊള്ളാവല്ലോ, ചെക്കൻ്റെ മനസ്സിലൊരു പൂതി കണ്ടില്ലേ. അതൊക്കെ നടക്കുമല്ലോ എന്ന് ആർക്കറിയാം അനി. കാര്യം നമ്മൾ തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലൊക്കെയാണ്. പക്ഷേ നമ്മുടെ വീട്ടുകാരെ സമ്മതിക്കാതെ നമുക്ക് ഒന്നിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അച്ഛനും അമ്മയും മറ്റൊരു വിവാഹത്തിന് എന്നെ നിർബന്ധിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? നിൻ്റെ അമ്മയ്ക്കും അങ്ങനെ തന്നെയല്ലേ. എന്നെ കണ്ണെടുത്താൽ അവർക്ക് കണ്ടുകൂടാ. പിന്നെ ഞാൻ മരുമകളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പുകിലാണോ അവിടെ നടക്കാൻ പോകുന്നത്. ഇവിടെ അച്ഛനും അമ്മയൊക്കെ എനിക്ക് വേണ്ടിയിട്ട് കല്യാണാലോചനകളൊക്കെ തകൃതിയായിട്ട് നടത്തുന്നുണ്ട്. ഞാൻ ഒന്നിനും അങ്ങ് വിട്ടുകൊടുക്കാതെ പിടിച്ചു നിൽക്കാൻ നോക്കുന്ന. പിന്നെ നിവർത്തിയില്ലാതെ വന്നാൽ ഞാൻ എന്ത് ചെയ്യൂടാ എന്ന് തന്നെ ചോദിക്കാം. അപ്പം അനിയും പറയുന്നുണ്ട്, ഇവിടെ മാത്രമല്ല അവിടെയും അങ്ങനെ തന്നെ. സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ ആയിട്ട് ഒരുപാട് ആലോചനകൾ വരുന്നുണ്ട്. അവിടെയും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പിടിച്ചു നിൽക്കുന്നതാണ്. ഇപ്പം എനിക്ക് കല്യാണം വേണ്ടാന്നുള്ള ഒരു വാശിയിൽ തന്നെ നിൽക്കുന്നതുകൊണ്ടാണ് അധികം ആരും എന്നെ ഫോഴ്സ് ചെയ്യാത്തത്. ഞാൻ എന്തായാലും ഉറപ്പിച്ചു കഴിഞ്ഞു, എനിക്കൊരു ഭാര്യ ഉണ്ടെങ്കിൽ അത് നീ മാത്രമേ ഉള്ളൂ. നീയില്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ടാന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നൊക്കെ അനി പറയുന്നുണ്ട്. അങ്ങനെ നന്ദു അനിയും ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ജാനകി അനിയുടെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എവിടെയാ മോനെ നീ ഇന്ന്? അത് പിന്നെ അമ്മ, ഞാൻ നവീനെ കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അവനിപ്പോൾ പോയതേ ഉള്ളൂ, ഞാൻ അങ്ങോട്ടേക്ക് വരിക എന്നൊക്കെ തന്നെ അനി പറയുക കേട്ടോ. അപ്പോൾ ജാനകി ഒരു സംശയത്തോടെ തന്നെ ചോദിക്കുന്നുണ്ട്, നവീനെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണോ നീ പോയെന്ന്? അനി പറയുന്നുണ്ട്, അതെ അമ്മേ, അവിടെ നിന്നപ്പോഴല്ലേ നവീൻ എന്നെ വിളിച്ചത് കാണണമെന്നും പറഞ്ഞ്. ഞങ്ങളിതേ ടൗണിലുണ്ടായിരുന്നു, അവനിപ്പോൾ അങ്ങോട്ടേക്ക് പോയതേ ഉള്ളൂ, ഞാൻ അങ്ങോട്ടേക്ക് വരിക എന്നൊക്കെ തന്നെ അനിയും പറയുന്നുണ്ട്. അപ്പോഴേക്കും അനി ചോദിക്കുന്നുണ്ട്, അല്ലമ്മേ അവർ പോയോന്ന് തന്നെ ചോദിക്കാട്ടോ. അപ്പോൾ ആര് പോയോന്നാണ് നീ ചോദിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കാട്ടോ ജാനകി. അല്ല, നയനേട്ടത്തിയുടെ അച്ഛനും അമ്മയും പോയോന്നാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുക. അവർ പോകാനിറങ്ങി നിൽക്കുക, അവരിപ്പോൾ തന്നെ പോകുമെന്നും പറയുകയാണ്. എന്നാൽ ശരി അമ്മേ, ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുക കേട്ടോ. എന്നിട്ട് ഫോൺ വെച്ചിട്ട് ഉടനെ തന്നെ നന്ദുവിനോട് പറയുന്നുണ്ട്, എന്നാൽ ഞാൻ പോവുക, നിൻ്റെ അച്ഛനും അമ്മയും ഇപ്പം അവിടെ നിന്ന് ഇറങ്ങും. ഞാൻ നവീൻ്റെ കൂടെ തന്നെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അമ്മ വിളിച്ചത്. അമ്മയ്ക്ക് നല്ല സംശയമുണ്ട് ഞാൻ നിന്നെ കാണാൻ വന്നതാണോ എന്നൊക്കെ. ഇനിയും അധികം വൈകാലേ അമ്മ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദുവിനോട് യാത്ര പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. കനകയും ഗോവിന്ദനും എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങിയൊക്കെയാണ് കേട്ടോ. ആ സമയത്ത് ദേവയാനിയും ജയനും അജയനും ഒക്കെ പറയുന്നുണ്ട്, എന്തായാലും ഇത്ര സമയമായില്ലേ, ഇനിയിപ്പോൾ ഇവിടുന്ന് രാത്രി ഊണ് കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറയുക. ശരിക്കും ഗോവിന്ദനും കനകയും സമ്മതിക്കുന്നില്ല. നന്ദുമോൾ അവിടെ തന്നെയല്ലേ ഉള്ളൂ, ഞങ്ങൾ ഈ വാർത്ത അറിഞ്ഞുകൊണ്ട് പെട്ടെന്നിങ്ങി വന്നതാ. പോരാത്തൊരു നന്ദുമോൾക്ക് സുഖമില്ലാതെ ഇരിക്കുകയല്ലേ, അപ്പോൾ പിന്നെ ഞങ്ങൾ നേരത്തെ തന്നെ അങ്ങ് ചെല്ലട്ടെ എന്നൊക്കെ തന്നെ പറഞ്ഞിറങ്ങിയ കേട്ടോ. അങ്ങനെ അവരവിടുന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുന്ന സമയം കൊണ്ട് തന്നെ അനി വീട്ടിലോട്ട് എത്തുകയാണ്. അനി അങ്ങോട്ടേക്ക് വന്നിട്ട് കനകയോടും ഗോവിന്ദനോടും ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ പെട്ടെന്ന് തന്നെ പോവുകയാണോ? അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, അല്ല മോനെ, പിന്നീട് ഒരിക്കലും ആവാം, നന്ദുമോൾക്ക് സുഖമില്ലാതിരിക്കുകയല്ലേ, ഞങ്ങൾ പെട്ടെന്ന് തന്നെ അങ്ങ് ചെല്ലട്ടെ എന്നൊക്കെ തന്നെ പറഞ്ഞ് അവരെല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പോവുകയാണ്. അങ്ങനെ കനകയും ഗോവിന്ദനും നന്ദാവനത്തിലോട്ട് എത്തുകയാണ് കേട്ടോ. വന്ന പാടെ തന്നെ നന്ദുവിൻ്റെ റൂമിലിട്ട് തന്നെ കയറി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ മോൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? മോളുടെ കരച്ചിലും വിഷമവും കണ്ടിട്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരാനേ തോന്നിയില്ല. പിന്നെ മോൾ ഇവിടെ സുഖമില്ലാതെ കിടക്കുകയല്ലേ, അത് ഓർത്തിട്ടാ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇനി വന്നതെന്നൊക്കെ തന്നെ കനക പറയുന്നുണ്ട്.
അപ്പോഴേക്കും നന്ദുവും ചോദിക്കുന്നുണ്ട്, അത് സാരമില്ലമ്മേ, ചേച്ചിക്കിപ്പോൾ എങ്ങനെയുണ്ട്, ചേച്ചി ഓക്കെ ആണോ, ചേച്ചിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്നിങ്ങനെ ചോദിക്കാട്ടെ വിഷമത്തോടു കൂടി തന്നെ. ഇങ്ങനൊരു സാഹചര്യം ആയതുകൊണ്ട് ചേച്ചിയുടെ അടുത്തോട്ടൊന്നും വരാൻ പോലും പറ്റിയില്ല എനിക്ക് എന്നൊക്കെ തന്നെ പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ട്. ആ സമയത്ത് ഗോവിന്ദൻ പറയുന്നുണ്ട്, ഇല്ല മോളെ കുഴപ്പമൊന്നുമില്ല, നയന മോൾ ഓക്കെയാ. പെട്ടെന്ന് ഇങ്ങനെ ഒരു വാർത്ത അറിഞ്ഞതിൻ്റെ ഷോക്കിലുണ്ടായ തലചുറ്റില. അവർ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി, കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. എന്തായാലും മോൾക്ക് നല്ല വിഷമമായിട്ടുണ്ട്. ആദർശമാനെ ആരോ ചതിയിൽ പെടുത്തിയത് തന്നെയാണ്. ഞാൻ മൂർത്തി സാറിനോട് സംസാരിച്ചായിരുന്നു. ബിസിനസ്സിൽ ഇതൊക്കെ സർവ്വസാധാരണമാണെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇതുപോലൊരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ അതിലൊരു ചതി നടന്നിട്ടുണ്ടാവണമെന്നാണ് സാറ് പറയുന്നത്. അല്ലാതെ ആദർശം അങ്ങനെയുള്ള തെറ്റുകളൊന്നും ചെയ്യുന്ന ആളല്ലല്ലോ. പിന്നെ കഴിവിൻ്റെ പരമാവധി മൂർത്തി സാറും ശ്രമിക്കുന്നുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ആദർശിനെ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് സാറ് പറഞ്ഞത്. അതുകൊണ്ട് അത് ഓർത്ത് വിഷമിക്കേണ്ടെന്നൊക്കെ സാറ് പറഞ്ഞു എന്നൊക്കെ തന്നെ ഗോവിന്ദൻ പറയുന്നുണ്ട്. നയനമോളുടെ വിഷമം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല മോളെ എന്നൊക്കെ തന്നെ കനക പറയുക കേട്ടോ. അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, അപ്പോൾ നവ്യേച്ചി അവിടെ ഇല്ലായിരുന്നു അമ്മേ, നവ്യേച്ചി ഇതൊന്നും അറിഞ്ഞില്ലേ? അവളവിടെ ഉണ്ട്. ഈ സംഭവം അറിഞ്ഞിട്ട് നയനമോളുടെ അടുത്തോട്ട് പോലും അവൾ വന്നിട്ടില്ല. അവളുടെ ഭർത്താവും കുറച്ച് ദിവസം ജയിലിൽ കിടന്നല്ലോ, ആ സമയത്ത് ഇങ്ങനൊന്നും ആരും വിഷമിച്ചില്ലല്ലോ എന്നൊക്കെ തന്നെ അവൾ പറയുന്നത്. അവളുടെ ഭർത്താവിന് കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കിയോണ്ട് ദയവായിട്ട് നിങ്ങൾക്ക് വന്ന പണിയാണെന്ന് അവൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഈ ഒരു വാർത്ത അറിഞ്ഞതോടുകൂടി അവളും അവളുടെ ഭർത്താവും അമ്മായിമ്മയൊക്കെ നല്ല സന്തോഷത്തിലാണെന്നാണ് ദേവേനെ പറഞ്ഞത്. അഭി നമ്മുടെ മോള് ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുക എന്നുള്ളത് അവൾ മനസ്സിലാക്കുന്നില്ലല്ലോ മോളെ. ഇനിയിപ്പം മനസ്സിലാക്കുമ്പോൾ മനസ്സിലാകട്ടെ. എന്തായാലും ഇനി അവൻ്റെ കള്ളത്തരം അധികം നാളൊന്നും അവിടെ വെച്ച് ഉറപ്പിക്കുകയില്ല. എല്ലാ കാര്യങ്ങളും ഇനി അധികം വൈകാതെ തന്നെ നവ്യമോൾ അറിയുമെന്നൊക്കെ കനക പറയുന്നുണ്ട്. അങ്ങനെ കനക അവിടുത്തെ കാര്യങ്ങളൊക്കെ നന്ദുവിനോട് പറയുകയാണ്. മോക്ക് കഴിക്കാൻ അമ്മ ഇപ്പോൾ ഫുഡ് എടുത്തുകൊണ്ട് വരാനൊക്കെ പറഞ്ഞിട്ട് കിച്ചണിലോട്ട് തന്നെ പോകുന്നുണ്ട്. ആ സമയത്ത് ഗോവിന്ദനും നന്ദുവും കൂടെ സംസാരിക്കുന്നുണ്ട്. മുത്തശ്ശൻ വേറെന്തെങ്കിലും പറഞ്ഞായിരുന്നോ അച്ഛാ എന്നിങ്ങനെ നന്ദു ചോദിക്കുമ്പോഴേക്കും, ഇല്ല മൂർത്തി സാർ വേറൊന്നും പറഞ്ഞില്ല. എന്തായാലും ആദർശിനെ ആരോ ചതിയിൽ പെടുത്തിയെന്ന് തന്നെയാണ് സാറ് പറയുന്നത്. ഗൾഫിലെ ബ്രാഞ്ചിൽ മൊത്തത്തിലൊരു കുഴപ്പം ഉണ്ടായിരുന്നല്ലോ. നാദിനിലെ കളരി പോലെ ആയിരുന്നല്ലോ അവിടുത്തെ കാര്യങ്ങളെല്ലാം. അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ വിലക്കെടുത്തിട്ട് അവിടെ തന്നെ എന്തെങ്കിലും ക്രമക്കേടുകൾ കാണിച്ചതായിരിക്കും എന്നാണ് മുത്തശ്ശൻ പറയുന്നത്. എന്തായാലും സാറിൻ്റെ സ്വാധീനമൊക്കെ ഉപയോഗിച്ചിട്ട് ആദർശമോനെ ഒരു കുഴപ്പമില്ലാതെ നാട്ടിലെത്തിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഇനി ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് ആദർശമോൻ നാട്ടിലെത്തിയതിന് ശേഷമായിരിക്കും മൂർത്തി സാർ അന്വേഷിക്കാമെന്നൊക്കെ തന്നെ നമ്മുടെ ഗോവിന്ദൻ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറട്ടെ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഗോവിന്ദൻ അങ്ങോട്ടേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ നന്ദു ആണെങ്കിലും ഇതിൻ്റെ പിന്നിൽ അവർ കൈയുണ്ടോ എന്നൊക്കെ തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാരണം ഇതുപോലെ ആദർശേട്ടനെയും നയനേച്ചിയൊക്കെ സങ്കടപ്പെടുത്താൻ നോക്കി നടക്കുന്നത് അവരാണല്ലോ. അതുകൊണ്ട് നന്ദു ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ നയനയാണെങ്കിൽ ആദർശിൻ്റെ കാര്യം ഓർത്തിട്ട് ഇപ്പോഴും വിഷമിച്ച് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മോളിങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഏതു നേരം അതേപ്പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ടെന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. എന്നാലും നമ്മുടെ നയനയ്ക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ ഏതു നേരവും കരച്ചിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ 2 ദിവസം എങ്ങനെയൊക്കെയോ കഴിഞ്ഞു പോവുകയാണ്. 3-ാം പക്കം നമ്മുടെ ആദർശ് നാട്ടിലോട്ട് തിരിച്ചെത്തുകയാണ്. മുത്തശ്ശൻ്റെ കഴിവിൻ്റെ പരമാവധി നോക്കി മുത്തശ്ശന് സ്വാധീനമുള്ള ആൾക്കാരെ എല്ലാം വിളിച്ച് കുറച്ച് കാശൊക്കെ അവിടെ കെട്ടിവെച്ചിട്ട് തന്നെയാണ് ആദർശിനെ റിലീസ് ചെയ്ത് നാട്ടിലോട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെ ആദർശ് തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്ത് നയനയും ദേവയാനിയും ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. എന്നാൽ ആദർശ് അങ്ങോട്ടേക്ക് വന്ന കാര്യം അഭിയോ ജലജയോ അതുപോലെ നവ്യോ ആരും തന്നെ അറിയുന്നില്ല കേട്ടോ. വന്നു കയറുമ്പോൾ തന്നെ ദേവയാനിയോട് നയനോടും ഒക്കെ ആയിട്ട് നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ വന്ന കാര്യം അഭിയോ അപ്പച്ചിയും നവ്യൊന്നും അറിയണ്ട. എന്തായാലും ഒരു 2-3 ദിവസം ഞാൻ വന്ന കാര്യം ഇവരറിയാതെ തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ തന്നെ ആദർശ് പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് എന്തോ മനസ്സിൽ കരുതി കൂട്ടിയിട്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. അങ്ങനെ ആദർശ് അവരുടെ മുറിക്കുള്ളിൽ തന്നെ ഒളിച്ച് താമസിക്കുകയാണ്. അവിടുന്ന് ആദർശ് റിലീസായി പോകുന്ന കാര്യമൊന്നും തന്നെ അഭിയും അറിഞ്ഞിട്ടില്ല കേട്ടോ. ആദർശ് പറയുന്നുണ്ട്, നമുക്ക് നോക്കാം, ഞാൻ ജയിലിലായ വാർത്ത അറിഞ്ഞിട്ട് അവരെത്രത്തോളം സന്തോഷിക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളത്. മിക്കവാറും ഇതിൻ്റെയൊക്കെ പിന്നിൽ അഭിയാണോ എന്ന് എനിക്ക് ചെറിയ സംശയമില്ലാതെയും ഇല്ല. എന്തായാലും നമുക്ക് നോക്കാമെന്നൊക്കെ തന്നെ പറയുക കേട്ടോ. അങ്ങനെ നയനയുടെയും ദേവയാനിയുടെയും മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയും ഒക്കെ അറിവോട് കൂടി തന്നെ അവരൊരു ഡ്രാമ തന്നെ അവിടെ കളിക്കുകയാണ് കേട്ടോ. ആദർശ നാട്ടിലെത്തിയ വിവരം അറിയാതെ തന്നെ അഭിയും ജലജയും അതുപോലെ തന്നെ നവ്യൊക്കെ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുന്നൊക്കെ ഉണ്ട്. ചിലപ്പോഴൊക്കെ നവ്യക്ക് ചെറിയ സംശയമൊക്കെ തോന്നിയിട്ട് നയനയുടെ മുറിയിൽ കയറി അവൾ നോക്കുന്നൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പ്രോമോയിൽ കാണിക്കുന്നുണ്ട്. ആദർശ് ജയിലിലാണെന്നുള്ള വിവരം അനന്തപുരയിൽ അറിഞ്ഞ് നയനയും ദേവയാനിയൊക്കെ കണ്ണീരിൽ ആഴ്ന്നു കിടക്കുകയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ആ സമയത്ത് തന്നെ നമ്മുടെ അബി അനാമികയും അതുപോലെ വേണുവിനെയൊക്കെ അറിയിക്കുന്നുണ്ട്. കാരണം അബിക്ക് വേണ്ട കാരണം അബിയെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നവരാണ് അവരും. അതുകൊണ്ട് അവരുടെ മുമ്പിലും കൂടെ ചെന്നിട്ട് ദേവയാനിയും നയനയൊക്കെ കണ്ണീരിൽ ആഴ്ന്നു തന്നെ കിടക്കുകയാണ്. ആദർശ് ഇനി ഉടനെ എങ്ങും പുറത്തിറങ്ങാൻ പോകുന്നില്ല, അവൻ ദുബായിലെ ജയിലിൽ അകപ്പെട്ട് കഴിഞ്ഞു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ അവരുടെ അടുത്ത് കൊണ്ട് എത്തിച്ചിട്ട് അവിടെയും ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് തന്നെ ഈ ഒരു വാർത്ത ആഘോഷമാക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അനാമിക പറയുന്നുണ്ട്, ഇത്രയും വലിയ സന്തോഷം ഉണ്ടായിട്ട് ഒരു കേക്കിലങ്ങ് ഒതുക്കി തീർക്കാനാണോ അഭിയേട്ടൻ വിചാരിച്ചത്? ഞങ്ങൾക്കൊക്കെ നല്ലൊരു ട്രീറ്റ് തന്നെ ചെയ്യണം. ഇനി അങ്ങോട്ടേക്ക് അയാൾ വരുന്നവരെ ആ വീട്ടിൽ അഴിഞ്ഞാട് ജീവിക്കാമല്ലോ എന്നൊക്കെ തന്നെ നമ്മുടെ അനാമിക പറയുക. അത് അപ്പോഴേക്കും അഭി പറയുന്നുണ്ട്, അതിനെന്താ മോളെ, നമുക്കൊരു പാട്ട് തന്നെ അങ്ങ് അറേഞ്ച് ചെയ്യാം, നമുക്കിതൊരു ആഘോഷം ആക്കിയേക്കാവുന്നേ എന്നൊക്കെ തന്നെ നമ്മുടെ അഭി പറയുന്നുണ്ട്.
നല്ലൊരു 5 സ്റ്റാർ ഹോട്ടൽ മോള് നോക്കിക്കോ, നമുക്ക് ഇന്നത്തെ ലഞ്ച് അവിടെ നിന്നാക്കാം, ഇന്നത്തെ ചിലവ് എൻ്റെ വകയാ എന്നൊക്കെ തന്നെ ആ സന്തോഷത്തിന് പുറത്ത് അഭി പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആനി വിഘ്നേഷിനോടും രാജേഷിനോടും ഒക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അഭി അനാമികയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കാണുന്നത്. അഭി അങ്ങനെ പോകുന്നത് കാണുമ്പോഴേക്കും തന്നെ അവർക്ക് നല്ല സംശയമാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അനി വിഘ്നേഷിനോടും രാജേഷിനോടും പറയുന്നുണ്ട്, ഇയാളുടെ ഈ പോക്ക് കണ്ടിട്ട് എനിക്കത്ര പന്തിയായിട്ട് തോന്നുന്നില്ല. ഇതാ അനാമികയുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയല്ലേ, അവിടെ നിന്നാണല്ലോ ഇപ്പം ഇയാൾ അങ്ങോട്ട് പോയത്. ഇയാളുടെ മനസ്സിൽ എന്തോ പ്ലാൻ ഉണ്ട്, ഇപ്പോഴും ഇയാൾ അവരുമായിട്ട് എന്തോ കോണ്ടാക്റ്റ് ഉണ്ട്. മിക്കവാറും അടുത്ത് എന്തോ പണി ഒപ്പിക്കാനുള്ള പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇയാളുടെ പിന്നാലെ എന്തായാലും ഒന്ന് പോയി നോക്കണമെന്നൊക്കെ തന്നെ അനി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിഘ്നേഷും രാകേഷും കൂടിയിട്ട് പറയുന്നുണ്ട്, നിനക്കിപ്പം ഉത്തരവാദിത്തങ്ങളൊക്കെ ഒരുപാടില്ലേടാ, ഇയാളുടെ പിന്നാലെ നടന്ന് നിന്റെ സമയം എന്തിനാ വെറുതെ കളയുന്നത്? അവൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ആദർശേട്ടനും കൂടി ഇപ്പോൾ ഇവിടെ ഇല്ലാത്ത സമയമല്ലേ, അതുകൊണ്ട് നീ ഓഫീസിലോട്ട് പൊക്കോ. ഇയാൾ എവിടെയൊക്കെ പോകുന്നുണ്ടെന്നുള്ളതൊക്കെ ഞങ്ങൾ അന്വേഷിച്ച് നിന്നോട് പറയാം. നീ നിന്റെ സമയം എന്തായാലും കളയണ്ട. എന്തായാലും ഇപ്പം നീ ഓഫീസിൽ നിന്ന് മാറി നിൽക്കുന്നത് നല്ലതല്ല. എല്ലാ ഉത്തരവാദിത്തങ്ങളും നിന്റെ തലയിലാന്നുള്ളൊരു ഓർമ്മ നിനക്ക് വേണം. അതുകൊണ്ട് നീ ഈ മാതിരി ചീള് കേസുകളൊന്നും പിടിക്കാൻ നിൽക്കേണ്ടെന്നൊക്കെ തന്നെ അതുകൊണ്ട് നീ ഇവൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട. ഇവൻ്റെ പിന്നാലെ എപ്പോഴും ഞങ്ങളുടെ ഒരു കണ്ണുണ്ടാവും എന്നൊക്കെ തന്നെ അവർ എനിക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. എന്നാൽ ശരിയടാ, നമുക്ക് വൈകുന്നേരം കാണാമെന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ വിഘ്നേശൻ്റെ ആകാശം കൂടിയിട്ട് നമ്മുടെ അഭിയെ ഫോളോ ചെയ്ത് തന്നെ പോകുന്നുണ്ട് കേട്ടോ. അതിനൊക്കെ ശേഷം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാറാകുന്ന സമയത്തേക്ക് നമ്മുടെ അഭി ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് തന്നെ ചെല്ലുകയാണ്. അപ്പോൾ അവിടെ അഭിയും കാത്ത് അനാമികയും വേണും രേവതിയും ആ CA സച്ചിദാനന്ദനും ഉണ്ടായിരുന്നു. ഇവരെ എല്ലാവരെയും കണ്ടപാടെ തന്നെ വിഘ്നേശനും ആകാശനും ആകെ ഷോക്കായി പോവുകയാണ്. കാരണം ഇവരെല്ലാവരും ഇപ്പോഴും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടാണ് അനന്തപുരിയെ തകർക്കാൻ നോക്കുന്നതെന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് വിഘ്നേശൻ്റെ ആകാശം കൂടെ അവർ ഒന്നിച്ചിരിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് അനിയെ വിളിച്ചിട്ട് രാകേഷ് ഇക്കാര്യം പറയുന്നുണ്ട്, എടാ നീ സംശയിച്ചത് ശരി തന്നെയാണ്. അഭിയും അനാമികയും തമ്മിൽ ഇപ്പോഴും ചെറിയ കളികളൊക്കെ നടക്കുന്നുണ്ട്. പോരാത്തതിന് ആ CA സച്ചിദാനന്ദനുമുണ്ട്. ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് നിന്നിട്ടാണ് അനന്തപുരിയെ തകർക്കാൻ നോക്കുന്നത്. ഇപ്പം ആദർശേട്ടൻ ജയിലിലായതിനെ ഇവർക്ക് എല്ലാവർക്കും ഒരു ട്രീറ്റ് കൊടുക്കാനായിട്ട് അഭി എല്ലാവരെയും വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഉറപ്പാടാനി, നിന്റെ ഏട്ടൻ ജയിലിലായതിൻ്റെ പിന്നിൽ ഇവരുടെ കൈകളുണ്ടെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അത് കേൾക്കുമ്പം എനിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. അനി പറയുന്നുണ്ട്, എന്തായാലും അവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്ക്. അവരൊന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തല്ലോ അല്ലേ, എന്തായാലും ഇതൊക്കെ നമുക്ക് ഇന്ന് മുത്തശ്ശനെ കാണിച്ചു കൊടുക്കണമെന്നൊക്കെ തന്നെ അനി പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും മാസ്ക് ഒക്കെ വെച്ചുകൊണ്ട് തന്നെ അവരിയ്ക്കുന്നതിൻ്റെ പുറകിലത്തെ ഒരു മേശയിൽ പോയി ചെന്നിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ റെക്കോർഡ് ചെയ്തെടുക്കുന്നുണ്ട്. എന്തായാലും അവരെല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെയാണ് കേട്ടോ. അഭി പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ പ്ലാൻ ഏറ്റു. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിവിടെ മാത്രമല്ല അവിടെയും എനിക്ക് പിടിയുണ്ട്. ആദർശൻ്റെ എതിരാളികൾ അവിടെ ഉണ്ടെന്നുള്ളത് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഞാൻ അവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. മൂർത്തിസ് ഗ്രൂപ്പിന് ശത്രുക്കൾ കുറച്ചൊന്നും അല്ലല്ലോ ഉള്ളത്, അങ്ങ് ഗൾഫിലും ശത്രുക്കളുണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. അവരിൽ ഒരാൾ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കെണി ഒരുക്കിയതും. ആദർശനെ മനഃപൂർവ്വം അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് തന്നെയാണ്. മൂർത്തിസ് ഗ്രൂപ്പിനെ താറടിക്കാൻ കിട്ടുന്ന ഒരവസരവും അവർ പാഴാക്കത്തില്ല. അവരും ഇങ്ങനെ ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അവിടെ ബ്രാഞ്ചിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് അവിടെയുള്ളവർ വിളിച്ചത്. ഒരു കണക്കിന് പറഞ്ഞാൽ ആ പ്രശ്നങ്ങളും നമ്മൾ തന്നെ സൃഷ്ടിച്ചതാണെന്ന് അങ്ങ് കൂട്ടിക്കോ. ഒരു കണക്കിന് പറഞ്ഞാൽ ആ ബ്രാഞ്ചിലെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാരണം ഉണ്ടായതാണെന്ന് തന്നെ കൂട്ടിക്കോ. എന്തായാലും ഒരു വടിക്ക് 2 വശി എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. ആ ബ്രാഞ്ചും അവിടെ നിന്ന് പൂട്ടിപ്പോണം, ആദർശം ജയിലിലാകണം. അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എന്തായാലും അത് നടക്കുകയും ചെയ്തു. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ അപ്പം തന്നെ വിളിച്ച് അറിയിക്കുന്നുണ്ടായിരുന്നു. ആദർശ് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞായിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ ഉള്ളത്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ നല്ലൊരു കെണി ഒരുക്കിയത്. അവനെ അത്ര പെട്ടെന്നൊന്നും അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. അതുപോലൊരു ട്രാപ്പിലാണ് അവനിപ്പോൾ കുടുങ്ങിയേക്കുന്നത്. ഇനിയിപ്പം അയാളെ പുറത്തിറക്കാൻ മൂർത്തി നല്ലോണം വിഷമിക്കും. ഇനിയിപ്പോൾ അയാളെ പുറത്തിറക്കാൻ ആ കിളവൻ നല്ലോണം വിഷമിക്കും. ആ സമയത്ത് രേവതി ചോദിക്കുന്നുണ്ട്, ഈ മൂർത്തിക്ക് അവിടെ നല്ല പിടിപാടൊക്കെ ഇല്ലേ? അങ്ങനെ ആരെങ്കിലും സ്വാധീനിച്ച് പെട്ടെന്ന് അവനെ റിലീസ് ചെയ്താലോ എന്ന് ചോദിക്കാം. അപ്പോൾ വേണു പറയുന്നുണ്ട്, എൻ്റെ രേവതി, അതൊക്കെ ശരി തന്നെയായിരിക്കും. എന്നാലേ അത് ഇവിടുത്തെ പോലത്തെ നിയമങ്ങളൊന്നും അല്ല. അങ്ങനെ ഒരാളെ സ്വാധീനം ചെലുത്തിയൊന്നും അവിടുന്ന് പെട്ടെന്നൊന്നും ഊരിപ്പോരാൻ പറ്റത്തില്ല. അവിടുത്തെ ജയിലിലൊക്കെ പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടുപോയത് തന്നെയാണ്. പിന്നെ പണവും ആസ്തിയൊക്കെ അതുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് വരാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അവിടെ കിടന്ന് നരകയാതന തിന്ന് ജീവിക്കേണ്ടി വരും. കേട്ടിട്ടില്ലേ പത്രത്തിലും വാർത്തയിലും ഒക്കെ ഓരോരോ കഥകൾ? ഏതാണ്ട് അതുപോലൊക്കെ തന്നെ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അട്ടഹസിച്ച് ചിരിക്കുകയാണ് കേട്ടോ. ഇച്ചിരി ഗമയിൽ തന്നെ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അത്ര പെട്ടെന്നൊന്നും അവനവിടെ നിന്ന് ഊരിപ്പോരാൻ പറ്റില്ല ആൻറ്റി. അവനെതിരെയുള്ള എല്ലാ തെളിവുകളും നല്ല ശക്തമായ തെളിവുകൾ തന്നെയാണ്. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നെ ജയിൽ പുള്ളിയാക്കിയ അവനും അവൻ്റെ അമ്മയും ഭാര്യയൊക്കെ അനുഭവിക്കണം. അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. അതെനിക്ക് സന്തോഷത്തോടെ കാണാനും പറ്റിയല്ലോ. എന്തായാലും ഇതുപോലൊരു തകർച്ച അനന്തപുരിയിൽ ഇതിനു മുമ്പൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ തന്നെ നമ്മുടെ അഭി പറയുന്നുണ്ട്. അവനെ സ്നേഹിച്ച എല്ലാവരും ഇപ്പോൾ മനസ്സുരുക്കി ഇരുന്നാണ് കരയുന്നത്. അനന്തപുരി ഇപ്പോൾ ഒരു മരണവീട് പോലെയാണ്.
അത് കാണുമ്പം എനിക്ക് ചില്ലറയൊന്നും അല്ല സന്തോഷം ഉണ്ടാകുന്നതെന്നൊക്കെ തന്നെ അഭി പറയുന്നുണ്ട്. എല്ലാവരും കരഞ്ഞു വിളിച്ചിരിക്കുന്നത് കാണുമ്പോഴേ എനിക്ക് മനസ്സിന് നല്ലൊരു കുളിർമയാണ്. എന്നെ അത്രത്തോളം എൻ്റെ അമ്മേനെയൊക്കെ ആ വീട്ടിലിട്ട് അത്രത്തോളം വട്ടം തട്ടിയതാണ് ഇവരൊക്കെ. അവരൊക്കെ അനുഭവിക്കട്ടെ. ഞാൻ ജയിലിൽ കിടന്ന സമയത്ത് അനന്തപുരിയിലുള്ള ഒരാൾ പോലും വിഷമിച്ചില്ല. എന്നിട്ട് അവരുടെ കൊച്ചുമോൻ ജയിലിലായപ്പോൾ കണ്ടില്ലേ എല്ലാവരുടെ മനസ്സ് വേദനിച്ചത്. അനുഭവിക്കട്ടെ എല്ലാം എന്നൊക്കെ തന്നെ നമ്മുടെ അഭി ദേഷ്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അനാമികൻ പറയുന്നുണ്ട്, അതേ അഭിയേട്ടാ, നമ്മുടെയൊക്കെ ജീവിതം ഇല്ലാതാക്കിയിട്ട് അവർ മാത്രം അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണ്ടല്ലോ. ഏതെങ്കിലുമൊക്കെ ഒരു വഴിക്ക് അവർക്കിട്ടുള്ള തിരിച്ചടി കിട്ടിക്കൊണ്ടേയിരിക്കണം. ഇനി ആ കുടുംബത്തിൽ ഒരു സമാധാനം ഉണ്ടാകാൻ പാടില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ ജീവിതം താറടിച്ചിട്ട് അവരെല്ലാവരും അങ്ങനെ സന്തോഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവരെ അനുഭവിക്കും, ഇല്ലെങ്കിൽ അനുഭവിപ്പിക്കണം എന്നൊക്കെ തന്നെ അനാമികയും പറയുന്നുണ്ട്. എന്തായാലും 10 വിടർത്തിയിരുന്ന മൂർത്തിയും കുടുംബവും ഇപ്പം തല താഴ്ത്തിയല്ലേ ഇരിക്കുന്നത്. മൂർത്തിയുടെ എല്ലാ പത്രാസും പ്രൗഢിയും പോകണം. അയാൾ വെറും ഒരു മനുഷ്യനാകണം. അയാൾ എല്ലാവരുടെ മുമ്പിൽ നാണം കെട്ട് തല കുനിച്ച് നിൽക്കുന്ന എനിക്ക് കാണണം. എൻ്റെ അച്ഛൻ്റെ കാരണത്ത് അയാൾ എത്ര തവണ തല്ലിയിട്ടുണ്ട്. അതിനൊക്കെ അയാൾക്കിട്ട് നല്ല ശിക്ഷ തന്നെ കിട്ടണമെന്ന് നമ്മുടെ അനാമിക പറയുകയാണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാം തന്നെ രാകേഷും വിഘ്നേഷും എല്ലാം ഫോണിൽ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും നല്ല സന്തോഷത്തോടെ തന്നെ ആ ട്രീറ്റൊക്കെ കഴിഞ്ഞ് പിരിയുകയാണ് കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ വിഘ്നേഷും രാകേഷും കൂടെ അനിയെ കാണുന്നുണ്ട്. എന്നിട്ട് അനിയുടെ അടുത്ത് ഈ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ്. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ആദർശേട്ടൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം അഭിയാണെന്ന് അറിയുമ്പോഴേക്കും എനിക്കത് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അനി എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, നിങ്ങളിത് എൻ്റെ ഫോണിലേക്ക് അയച്ചേരെ. എന്തായാലും ഇനി അവനെ അവിടെ നിർത്താൻ പാടില്ല. നയനേട്ടത്തി ഇങ്ങനൊരു അവസ്ഥയിൽ ഇരിക്കുന്നതെന്ന് പോലും കണക്കാക്കാതെയാണ് അവൻ ഇതുപോലുള്ള ദ്രോഹങ്ങളൊക്കെ ചെയ്തത്. അവനെ ഇനി ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. എന്തായാലും നിങ്ങൾ ചെയ്തത് വലിയൊരു കാര്യം തന്നെയാടാ. നിങ്ങളുടെ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. നിങ്ങളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ തന്നെ അനി അവരോട് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു വീഡിയോസ് എല്ലാം അനിയുടെ ഫോണിലോട്ട് അയച്ചെടുക്കുകയാണ് കേട്ടോ അനി വീട്ടിലോട്ട് ചെന്നിട്ട് നേരെ മുത്തശ്ശൻ്റെ റൂമിലോട്ടാണ് കയറി ചെല്ലുന്നത്. എന്നിട്ട് മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശൻ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ടെന്നുള്ളത്. വിഘ്നേഷിൻ്റെ ആവശ്യം കൂടിയിട്ടാണ് എന്നെ ഈ വിവരങ്ങളൊക്കെ അറിയിച്ചത്. ആദർശേട്ടൻ ജയിലിൽ പോകാൻ കാരണം അഭിയാണ് എന്ന് തന്നെ പറയുക കേട്ടോ മുത്തശ്ശൻ്റെ അടുത്ത്. അങ്ങനെ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ അനി മുത്തശ്ശനോട് പറയുന്നുണ്ട്. ആ വീഡിയോയും കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശ ഇനി ഇവിടെ നിർത്താൻ പാടില്ല. നമ്മുടെ ആദർശേട്ടനെതിരെ ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്ത ഇവനെ ഇനി ഈ വീട്ടിൽ വാഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവൻ്റെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് ഇവിടെ എല്ലാവരും അറിയണം. അപ്പോൾ മുത്തശ്ശനും ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ. കാരണം മുത്തശ്ശന് ആദർശ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ജീവനാണല്ലോ. ആദർശിനെ ജയിലിലോട്ട് തള്ളിവിടാനായിട്ട് അവരുടെ സഹായിക്കാൻ അഭിയും ഉണ്ടായിരുന്നൊക്കെ അറിയുമ്പോഴേക്കും മുത്തശ്ശന് നിയന്ത്രണം വിടുകയാണ്. മുത്തശ്ശനെ എല്ലാവരെയും വിളിച്ചു കൂട്ടുകയാണ് ഹാളിലോട്ട്. എന്നിട്ട് അഭിയോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അഭി കുറേയൊക്കെ ഉരുണ്ട് കളിക്കുന്നുണ്ടെങ്കിലും അവസാനം മുത്തശ്ശൻ്റെ വാക്കുകൾക്ക് മുന്നിൽ പതറുകയാണ്. ആനി ഉടനെ തന്നെ അഭിയെ കയ്യേറ്റം ചെയ്യാനും നോക്കുന്നുണ്ട്. അഭിയുടെ കാരണം നോക്കി പൊട്ടിക്കുകയാണ് ആനി. അത് നമ്മുടെ നവ്യയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. നവ്യ പെട്ടെന്ന് തന്നെ ഉറങ്ങി വരുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ്റെ വാക്കുകൾക്ക് മുന്നിൽ നവ്യയും പതറി തന്നെ നിൽക്കുകയാണ്. അവസാനം അഭി എല്ലാവരെയും ബോധ്യപ്പെടുത്താനായിട്ട് അഭിയും അനാമികയും വേണുവും രേവതിയും സി സച്ചിദാനന്ദനും ഒക്കെ കൂടിയിട്ട് നടത്തിയ ആ ഒരു ട്രീറ്റിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവർ സംസാരിച്ച കാര്യങ്ങളൊക്കെ എല്ലാവരും കേൾപ്പിച്ചും കൊടുക്കുകയാണ്. ആ സമയത്ത് അഭി ചെയ്ത തെറ്റൊന്നും അഭി നിഷേധിക്കുന്നില്ല. എല്ലാം കേട്ട് തലകുനിച്ച് തന്നെ നിൽക്കുകയാണ്. മുത്തശ്ശനാണെങ്കിൽ നല്ല ദേഷ്യത്തിലുമാണല്ലോ. അപ്പോഴേക്കും മുത്തശ്ശൻ അഭിയുടെ നേർക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീയൊക്കെ എന്താടാ വിചാരിച്ചത്? എൻ്റെ കൊച്ചുമോനെ പുറത്തിറക്കാൻ എനിക്ക് കഴിയില്ലെന്നോ? അവൻ ജീവിതകാലം മുഴുവൻ അവിടെ കിടന്ന് നിരയിക്കുമെന്നോ? എന്നാൽ നിനക്ക് തെറ്റി. എൻ്റെ കൊച്ചുമോൻ അനന്തപുരി തറവാട്ടിലുണ്ട്. അവനെ ഞാൻ നേരത്തെ ഇവിടെ എത്തിച്ചു. നിന്റെ കളികളൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല അഭി. നിന്നെക്കാളുമേ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. നിന്നെക്കാളുമൊക്കെ ഒരുപാട് പ്രതിസന്ധികളിൽ കൂടി കടന്ന് മുന്നേറി വന്നവനാണ് ഞാൻ. എന്നെ തളർത്താൻ ആർക്കും കഴിയില്ല. നീന്ന് മാത്രമല്ല, നിന്റെ കൂടെയുള്ള ആര് വിചാരിച്ചാലും എന്നെ എൻ്റെ കൊച്ചുമോനെയും തൊടാൻ പോലും സാധിക്കില്ല. അത് നീ ഓർക്കുന്നത് നല്ലതാ. എൻ്റെ കൊച്ചുമോൻ ആദർശ് 2 ദിവസമായി ഇവിടെ വന്നിട്ട് നിങ്ങളാരും അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. അവനറിയായിരുന്നു ഇതിന് പിന്നിൽ നീയാ കളിച്ചെന്നുള്ളത്. ഇതൊക്കെ തെളിയിക്കാനായിട്ട് തക്കതായ ഒരു തെളിവ് വേണമായിരുന്നു. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ക്ഷമിച്ചിരുന്നത്. എന്തായാലും ഇതുപോലൊരു തെളിവ് നീയായിട്ട് തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്തു. ഇപ്പം മനസ്സിലായില്ലേ എല്ലാവർക്കും ഇവൻ്റെ ശരിക്കുള്ള സ്വഭാവം എന്നൊക്കെ തന്നെ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്. ആദർശ നഗരയും കൂടെ ഇറങ്ങി വരുന്ന കാണുമ്പോഴേക്കും ജലജയും നവ്യയും അഭിയൊക്കെ ഇവിടെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അനിയാണെങ്കിലും ഒരു കള്ളച്ചിരിയോടുകൂടി തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അവസാനം മുത്തശ്ശൻ അഭിയെ വെല്ലുവിളിക്കുകയാണ്. നീ ആരുടെയൊക്കെ കൂടെ ചേർന്ന് എൻ്റെ കുടുംബത്തെ തകർക്കാൻ നോക്കിയാലും അതൊന്നും വില പോവില്ല അഭി. നീയെന്നല്ല ആര് വിചാരിച്ചാലും എൻ്റെ കുടുംബത്തെ തകർക്കാൻ കഴിയില്ല. നീ നിൻ്റെ അമ്മയും ഭാര്യ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇവിടെ ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്കിടയിൽ ഒരു പകയും ദേഷ്യവും വിദ്വേഷവും ഒന്നും തന്നെയില്ല. എല്ലാവരും ഇവിടെ സ്നേഹിച്ചും സന്തോഷിച്ചും തന്നെയാണ് ജീവിക്കുന്നത്. നിങ്ങൾ മാത്രം എന്താ ഇങ്ങനെ ചിന്തിക്കുന്നതെന്നുള്ളത് ഞാൻ ഇനി പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഇത് നിനക്കുള്ള ലാസ്റ്റ് വാണിംഗാണ്.
ഇനി ഇതുപോലെ നിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ഈ വീട്ടിൽ കാണില്ല, പിന്നെ നീ നിന്റെ അമ്മയും ഈ വീട്ടിൽ കാണില്ല, അത് നിനക്ക് ഓർമ്മ വേണം എന്നൊക്കെ പറഞ്ഞോട്ട് തന്നെ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ ഈ പ്ലാനും തകർന്ന് തരിപ്പണമായി ചമ്മി നിൽക്കുന്ന നവ്യനെയും അഭിയനെയും ജലജയൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്.